ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡ്രൈ ഫ്രൂട്ട്സ് ലഡു. കുക്ക് ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുക്കൊന്നും ചെയ്യാണ്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 8 ഡേറ്റ്സ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ സീഡ് എടുക്കാൻ അറിയാലോ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് വേർപെട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ എല്ലാത്തിനെയും സീഡ് മാറ്റിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ സീഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് സീഡെല്ലാം കളഞ്ഞ ഡേറ്റ്സ് ആണ്. ഇനി നമുക്ക് മിക്സിയുടെ പൊടിക്കണ ജാർ എടുക്കാം. അതിലേക്ക് അതിൻ്റെ കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാനൊരു 8 ബദാം എടുത്തിട്ടുണ്ട്. അതും ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് വീണ്ടും ഞാനൊരു 8 ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്. അതും നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു 6 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്കായയുടെ സീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഫുള്ളായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യണ്ട. ഇതുപോലെ എന്നുവെച്ചാൽ നമുക്ക് ഉരുളകളാക്കാനായിട്ട് പറ്റണം, ലഡു ആക്കാനായിട്ട് പറ്റണം. ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉരുളകളാക്കാം കേട്ടോ. ലഡുവിൻ്റെ പരുവത്തിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.